ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണല്ലോ നേര്. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ട് ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAE-യിലും ഒപ്പം തന്നെ UK-യിലും സിനിമയുടെ പ്രീ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ അതിൽ UAE-യിലെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ ഡീസന്റ് എന്നൊക്കെ പറയാവുന്ന ഒരു കളക്ഷൻ പ്രീസെയിൽ കളക്ഷനായിട്ട് തിയേറ്ററുകളിലേക്ക് സിനിമ എത്താനായിട്ട് 7 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 441 പേർ സിനിമ കാണാനായിട്ട് UAE-യിൽ ബുക്ക് ചെയ്തപ്പോൾ ഏകദേശം 3.5 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ. എന്തായാലും അതൊരു ഡീസന്റ് എന്ന് നിസ്സംശയം പറയാം. ഇനിയും 7 ദിവസങ്ങൾ ബാക്കിയുള്ള സിനിമയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ആ പ്രീസെയിൽ കളക്ഷൻ മികച്ച രീതിയിൽ ഉയരാനേ സാധ്യതകൾ കാണുന്നുള്ളൂ. 1 കോടിയിലേക്കെല്ലാം തന്നെ എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. എന്തായാലും UAE-യിലെ ആ ഒരു സൂചന നൽകുന്നത് നമ്മുടെ കേരളത്തിലും സിനിമയ്ക്ക് പ്രീസെയിൽ ബുക്കിംഗ് മികച്ചൊരു ബുക്കിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇന്നത്തെ സിനിമയുടെ പ്രൊമോഷണൽ പരിപാടികളോടെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കേരളത്തിലും വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആ പ്രീസെയിൽ കളക്ഷൻ എല്ലാം തന്നെ കേരളത്തിലെ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷമേ കേരളത്തിലെ കാര്യം നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. കാത്തിരിക്കൂ കൂടുതൽ നേര് അപ്ഡേറ്റുകൾ കേട്ട്. സലാർ എന്ന സിനിമയുടെ ട്രെയിലർ വന്നു, ഫസ്റ്റ് സിംഗിൾ വന്നു. ഇതിനിടയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹോംബാലെ ഫിലിംസ് നേരത്തെ ട്രെയിലറിൽ തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തതാണ് നാളെ ഡിസംബർ 15-ാം തീയതി സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുമെന്ന്. എന്നാൽ കേരളത്തിലെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റൊരു നിരാശ വാർത്ത എന്തെന്നാൽ ചിത്രത്തിന്റെ മലയാളം ഡബ് വെർഷൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ ആദ്യ ആഴ്ച പ്രദർശനത്തിന് എത്താൻ സാധ്യതകൾ കുറവ് എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പകരം അവിടെ സിനിമയുടെ തമിഴ്, തെലുഗു, ഹിന്ദി പതിപ്പുകൾ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കേരളത്തിലെ കാര്യത്തിൽ മലയാളം ഡബ് ആദ്യ ആഴ്ച റിലീസ് ചെയ്യുമെന്ന് ഇനിയും ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിലവിൽ കേരളത്തിലെ ബുക്കിംഗ് നാളെ ആരംഭിക്കേണ്ട എന്നൊരു സൂചന തിയേറ്റർ ഉടമകൾക്ക് സിനിമയുടെ വിതരണ കമ്പനി കൊടുത്തു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ സലാർ എന്ന സിനിമയുടെ കൂടുതൽ മലയാളം വെർഷനെ ആളുകൾ കാണുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും മലയാളം ഡബ് ആദ്യ ആഴ്ച കേരളത്തിൽ പറഞ്ഞതുപോലെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കളക്ഷനെ അത് നല്ല രീതിയിൽ ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. എന്തായാലും നാളെ ഹോംബാലെ ഫിലിംസിന്റെ ഭാഗത്ത് നിന്ന് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെങ്കിലും സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിത്രം ഡിസംബർ 22-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി അഥവാ ആദ്യ ആഴ്ച ഗൾഫ് നാടുകളിലെ സിനിമയ്ക്ക് മലയാളം വെർഷനോട് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ലാലേട്ടന്റെ നേരിന് അതൊരു പോസിറ്റീവ് വാർത്തയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഒട്ടനേകം മലയാളികളുള്ള ഗൾഫ് നാടുകളിൽ സലാറിന്റെ തെലുഗു പതിപ്പ് കാണണമോ അതോ അവരുടെ സ്വന്തം ലാലേട്ടന്റെ നേര് എന്ന സിനിമ കാണണമോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. കാത്തിരിക്കൂ വാർത്തകൾക്കായി.